നല്ല ക്രീമി ആയിട്ടുള്ള മാംഗോ സാഗോ ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. നല്ല ടേസ്റ്റാണ്. മാംഗോ ലവേഴ്സിന് ഒത്തിരി ഇഷ്ടപ്പെടും. ഇതിനായിട്ട് നല്ല പഴുത്ത മധുരമുള്ള മാങ്ങ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചവ്വരി വേവിച്ചെടുക്കാം. ചവ്വരി നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതിൻ്റെ വേവിൻ്റെ കറക്റ്റ് പാകം എന്ന് പറഞ്ഞാൽ ഇത് ട്രാൻസ്പെറൻ്റ് ആവും. നല്ല കണ്ണാടി പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റിയെടുക്കണം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ട്രെയിനറിലേക്ക് അരിച്ചെടുക്കാം. സ്ട്രെയിനറിലേക്ക് അരിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കും. നല്ല തണുത്ത വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എൻ്റെ വീഡിയോ ഇവിടെ കട്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് കാണാൻ പറ്റാത്തത്. നേരത്തെ എടുത്ത മാങ്ങ ഇവിടെ പ്യൂരി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. ഇതിനായിട്ട് വേവിച്ച് വെച്ച ചവ്വരി, കുറച്ച് കസ്കസ് എടുത്തിട്ടുണ്ട്, മിൽക്ക് മെയ്ഡ്, ഫ്രഷ് ക്രീം. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. ഇത് എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്യാം. ഞാൻ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഗ്ലാസ്സിലേക്ക് ചവ്വരി ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ പുറത്ത് മാംഗോ പൾപ്പ് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്താലും മതി. ഒരു ബൗളിലേക്ക് ഇതെല്ലാം കൂടെ മിക്സ് ഇതിപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ എടുക്കുന്നതാണ്. നമ്മൾ കുടിക്കുമ്പം നമ്മൾ എന്തായാലും ഫോട്ടോ എടുക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് നല്ല അടിപൊളി പിക്ചറൊക്കെ ക്യാപ്ചർ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഓരോ ലെയറായിട്ട് മാങ്ങയും ചവ്വരിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇതിനകത്ത് ഞാൻ സ്പെഷ്യലായിട്ട് ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല, കാരണം ഇതിന് അത്യാവശ്യം മധുരമുണ്ട് മാങ്ങയ്ക്ക്. ഇനി അതിലേക്ക് കുറച്ച് കസ്കസും ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുത്തു. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. ഫ്രഷ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ചവ്വരി ആദ്യം തന്നെ പാലിൽ തന്നെ കുറുക്കിയെടുക്കുകയാണെങ്കിൽ വേറൊരു ടേസ്റ്റ് കിട്ടും. കുറച്ച് കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല കൊഴുകൊഴാന്നിരിക്കുന്ന ഒരു മിക്സ്ചർ കിട്ടും. എൻ്റെ ചാനലിൽ ഞാൻ നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതുണ്ടാക്കുന്നത്, വേറൊരു ടൈപ്പിലുണ്ടാക്കുന്നത്. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തു. ലാസ്റ്റ് ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും കുറച്ച് പാലും കൂടെ ഒഴിച്ച് ഗ്ലാസ്സിനെ ഒന്ന് ഫില്ല് ചെയ്ത് ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് കുറച്ച് മാംഗോ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കാം. അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇതുപോലെ മാങ്ങ ഒന്ന് കുറച്ച് ചെറിയ പീസുകളാക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നമ്മൾ ഇടയ്ക്ക് കുടിക്കുമ്പോൾ ഒരു ജസ്റ്റ് ഒരു ബൈറ്റ് കിട്ടുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ മാംഗോ സീസൺ നാട്ടിൽ കഴിഞ്ഞോ എന്ന് എനിക്കറിയത്തില്ല, എന്നാൽ നമ്മുടെ ഷോപ്പിലൊക്കെ കിട്ടുമല്ലോ. ഇവിടെ ഇപ്പോഴും മാങ്ങ വരുന്നുണ്ട്. ഇവിടെ നല്ല സമ്മറാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല സൂപ്പർ ടേസ്റ്റാണ്.